ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ചെറിയൊരു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്നാലേ എനിക്ക് ഇനി മുന്നോട്ടും വ്ളോഗിങ് ചെയ്യാനുള്ളൊരു ഇത് വരത്തുള്ളൂ. അപ്പം ഇന്ന് കറൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് തൊപ്പിയെ കേന്ദ്രീകരിച്ചുള്ള വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് തൊപ്പി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോമിൽ വളരെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ഗെയിമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് തൊപ്പി എന്ന് പറയുന്നതിൽ. ഈ മെയിൻലി ഈ ചെറിയ പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് പലരും എടുത്ത് കാണിക്കുന്ന ഒരു ഗെയിമറാണ് തൊപ്പി. അപ്പോൾ പുള്ളി കാണിക്കുന്ന കണ്ടൻസൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ മെയിനായിട്ട് ഈ കുഞ്ഞു പിള്ളേരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് തൊപ്പി. ആരോട് ചോദിച്ചാലും തൊപ്പി കൂടെ പഠിക്കുന്നൊരു കൂട്ടുകാരനെ പോലെ ഉള്ള ഒരു ഇതിലാണ് എല്ലാവരും പല കുട്ടികളിലും ഞാൻ കേട്ടിട്ടുള്ളത്. തൊപ്പി അവരെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ തൊപ്പി മാത്രമല്ല, തൊപ്പിയുടെ പഴയ ഗ്യാങ്ങിലുള്ള ഷമീർ, അതുപോലെ മമ്മു, കുറച്ച് ആൾക്കാർ, ഇവരാണ് പറഞ്ഞൊരു ബാറ്റിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ തൊപ്പിയുടെ പഴയ കുറച്ച് 2-3 ഫ്രണ്ട്സും, ഓപ്പോസിറ്റ് സൈഡിൽ തൊപ്പിയുടെ പഴയ കൂട്ടുകാരായ ഷമീറും മമ്മു. ഇവർ ആദ്യം ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇവർ രണ്ടായി. പിന്നെ അവർക്കിടയിലുണ്ടായ ഈഗോയുടെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ ഒരു വിഷയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അവർ പറയുന്ന പല കാര്യങ്ങളും സൊസൈറ്റിയിൽ എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഷമീർ പറഞ്ഞ പല കാര്യങ്ങളും, മെയിനായിട്ട് യൂസ് ഓഫ് LSD അല്ലെങ്കിൽ MDMA അതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ പച്ചില ഡ്രഗ്സ്, പിന്നെ ചൈൽഡ് അബ്യൂസ്. അതിനകത്ത് ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു പയ്യനുണ്ടെന്ന് പറയുന്നത്. അത് പറഞ്ഞു വരുവാണെങ്കിൽ അതൊക്കെ പോസ്കോ പോലുള്ള കേസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇവരെത്രമാത്രം ബാഡ് ഇൻഫ്ലുവൻസ് കുട്ടികൾ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ, വളരെ ചെറിയ പയ്യന്മാർ വരെ ഇവർ സംസാരിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി പിള്ളേർക്ക് എല്ലാവരും കാണുന്നുണ്ട്. പ്രത്യേകിച്ചൊരു കിഡ്സ് 5 to 10 ഇയേഴ്സിലുള്ള, അല്ലെങ്കിൽ 10 to 14 ആ ഒരു റേഞ്ചിലുള്ള പിള്ളേരിൽ. അപ്പം ഇതിനെതിരെ ഇപ്പോൾ DGP ആണെങ്കിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ DGP ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇതിനുള്ള FIR ഉടനെ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആസ് എ ഇൻഫ്ലുവൻസർ തൊപ്പി അത്രമാത്രം റെസ്പോൺസിബിൾ ആയിരുന്നു എന്നുള്ളതിലാണ് ഇത് ചോദ്യം വരുന്നത്. ഒട്ടും റെസ്പോൺസിബിൾ അല്ലായിരുന്നു. വളരെ ഇറസ്പോൺസിബിളായിട്ടാണ് വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഗെയിമിങ് കളിക്കുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ ഭാഷയും പുള്ളി ഉപയോഗിക്കുന്ന രീതികളും എല്ലാം, പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വളരെ വളരെ അബ്യൂസീവായിട്ടുള്ള രീതിയിലായിരുന്നു. പുള്ളിയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, പുള്ളി ഐഷോ സ്പീഡിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ആരെ ഇമിറ്റേറ്റ് ചെയ്താലും ഇത് എന്നൊക്കെ പറയുമ്പം ഇവരെത്രമാത്രം പേരിലോട്ട് ഇറങ്ങിച്ചില്ലെന്നുള്ള, പ്രത്യേകിച്ച് ഒരു വലിയ വിഭാഗം കുട്ടികളിൽ ഇവരെ ഇറങ്ങിച്ചെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവർ റെസ്പോൺസിബിളായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, പല കാര്യങ്ങളും. ഇനിയിപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ഡയറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കണം ഇവർക്കെതിരെ. ഇതിനകത്ത് FIR ഇട്ടിട്ട് ഇവരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കി അതിന് വേണ്ട നടപടി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവർ അത്രമാത്രം സൊസൈറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം. കാരണം ഞാൻ ഇവരെ കുറേ നാളുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഞാൻ വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. ഇവർ ചെയ്തതൊരു ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ നമുക്കൊട്ടും, അല്ലെങ്കിൽ ഒരു സാധാ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പ്രോപ്പർ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവർ തമ്മി അങ്ങോട്ടും ചെളിവാരി എറിയുന്നതിനെക്കാട്ടി കൂടുതൽ ഇവർ പറഞ്ഞ ആരോപണങ്ങളെന്ന് പറയുന്നത് വളരെ സോഷ്യലി റെലവൻ്റ്, സോഷ്യലി വളരെ അബ്യൂസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ, ഉറപ്പായിട്ട് ഇവർക്കെതിരെ കേസ് എടുത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കായാലും ആഭ്യന്തരമന്ത്രിയോടായ രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഈ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ ആവശ്യത്തിനുള്ള തെളിവുകൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവർ തന്നെ ആവശ്യത്തിന് യൂട്യൂബിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം
അത് നിങ്ങൾ സ്വമേധയെ കേസെടുത്ത് ഇത് മുന്നോട്ട് പോയിട്ട് ഇവരെ ഓരോരുത്തരെയും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.